അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് ഇന്ന് സൂചന തരാൻ പോകുന്നത് നമ്മുടെ നാട് അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു. മുച്ചൂടും മുടിപ്പിച്ചു കഴിഞ്ഞു ഭരണകൂടം. അരാജകത്വം എന്നാൽ എന്താണ്? ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പേർക്കും അരാജകത്വം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ അറിയാൻ പാടില്ലായിരിക്കാം. അതുകൊണ്ട് ഞാൻ വിശദമാക്കാം. വിശദീകരണത്തിലേക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ നാട് കേരളം ഏതാണ്ട് 100% അരാജകത്വത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ് ഈ അരാജകത്വം എന്ന വാക്കിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ആർക്കെല്ലാം കയ്യൊക്കുണ്ടോ അവൻ പറയുന്നതാണ് ശരി, അവൻ പറയുന്നത് മാത്രമാണ് ശരി. ആരുണ്ടിവിടെ ചോദിക്കാൻ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്തും ചെയ്യും. ഈ അവസ്ഥയാണിന്ന് കേരളത്തിൽ. ഒരുപക്ഷെ ലോകഭൂപടം പരിശോധിച്ചാൽ മറ്റൊരു രാജ്യത്തും ഇത്ര വലിയ അരാജകത്വ ഭീഷണി നേരിടുന്ന ഒരൊറ്റ രാജ്യം പോലും ഉണ്ടാകില്ല. അതിന് കാരണവുമുണ്ട്. ആ കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ലക്ഷ്യം ഒന്നേയുള്ളൂ, പണമുണ്ടാക്കുക. എങ്ങനെയെങ്കിലും പണം പിടിച്ചു പറിച്ചു വാങ്ങുക. പണമുണ്ടാക്കി 5 വർഷം കൊണ്ട് കാലകാലം വരെ സുഭിക്ഷമായി ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ആകട്ടെ, CPIM-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, ഇടതു മുന്നണിയാകട്ടെ, ആരായാലും ലക്ഷ്യം പണം, പണം മാത്രം. ആ അവസ്ഥയിലേക്ക് തകർന്നടിഞ്ഞിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, മുട്ടിന് പെട്ടിക്കട പോലെ മദ്യഷാപ്പുകൾ അനുവദിച്ചു കഴിഞ്ഞു. ഈ മദ്യഷാപ്പുകൾ അനുവദിക്കാൻ വേണ്ടി സർക്കാർ ചെയ്ത നിലവിൽ എത്രയാണ് ദൂരപരിധി? ആ പരിധി നേരെ പകുതിയാക്കി വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറച്ചപ്പോൾ ആ പരിധിയുടെ ഉള്ളിൽ നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയേക്കാൾ വർദ്ധിച്ചു മദ്യഷാപ്പുകൾ. ഹൈവേകൾ തോറും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സുഭിക്ഷമായി റോഡ് വക്കിൽ വാഹനം നിർത്തി മദ്യം വാങ്ങാനുള്ള സൗകര്യത്തിന് ഹൈവേകൾ തോറും 100 കണക്കിന് ബാറുകൾ തുടങ്ങിയിരിക്കുന്നു. സ്കൂൾ പരിധിയുടെയും ആരാധനാലയങ്ങളുടെയും ദൂരപരിധി കുറച്ചതിലൂടെ അവിടെയും ബാറുകൾ വന്നു. ഉദാഹരണം, പ്രശസ്തമായ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ തന്നെ ബാർ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ നിരവധി ചർച്ചുകളുടെയും മസ്ജിദുകളുടെയും ഗേറ്റിന് വാതിൽക്കൽ എന്ന് പറയാവുന്ന രീതിയിൽ വളരെ തുച്ഛമായ അകലത്തിൽ മാത്രം ബാറുകൾ ഡസൻ കണക്കിന് കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. ബാറുകൾ വന്നാൽ എന്താണ് ഗുണം? ബാറുകൾ വന്നാൽ ബാറിന്റെ ഉടമക്ക് പണം കിട്ടും. ബാറിന്റെ ഉടമയ്ക്ക് കോടാനകോടീശ്വരനാകാം എന്നാണ് സാധാരണക്കാർ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ബാറിന്റെ ഉടമയ്ക്ക് മാത്രമല്ല നേട്ടം. വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് കേട്ടിട്ടില്ലേ? വാഴത്തോട്ടത്തിൽ വാഴയുടെ ഇടയ്ക്ക് ചീര നട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴ നനയ്ക്കുമ്പോൾ ആ ചീരക്കും വെള്ളം കിട്ടും എന്ന് പറഞ്ഞതുപോലെ ബാറിന്റെ ഉടമകൾ കോടാനകോടികൾ സമ്പാദിക്കുമ്പോൾ അതുപോലെ തന്നെ കോടാനകോടികൾ ഈ ബാറുകൾ ഇവർക്ക് അനുവദിച്ച രാഷ്ട്രീയ നേതൃത്വത്തിനും കിട്ടും. അത് ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ, 2 വിഭാഗങ്ങൾക്കും ബാർ ഉടമകളിൽ നിന്ന് മാസപ്പടിയും കോഴയും ഒക്കെയായിട്ട് കോടാനകോടികൾ സമ്പാദിക്കാം. ഇതാണ് ബാറുകൾക്ക് ലൈസൻസ് യാതൊരുവിധ ലോപവുമില്ലാതെ കേരളം മുഴുക്കെ അനുവദിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 14 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന് പേരുള്ള ഒരു പയ്യന് 6 7 വിദ്യാർത്ഥി സംഘങ്ങൾ ഏതാണ്ട് ഒപ്പം പഠിക്കുന്ന 14 വയസ്സ് മാത്രം ഒക്കെ പ്രായമുള്ള ടീനേജിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന 6 7 പേർ സംഘം ചേർന്ന് നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ട് ഷഹബാസ് എന്ന് പേരുള്ള ഒരു പയ്യനെ അടിച്ചു കൊന്നിരിക്കുന്നു. വെൽ പ്ലാനിങ് കൊലപാതകമാണ് അവിടെ നടന്നത്. ഇങ്ങനെ കൊലപാതകം ചെയ്യണമെങ്കിൽ, സ്വന്തം സഹപാഠിയെ ഇത്തരത്തിൽ കൊല്ലണമെങ്കിൽ ആ കുട്ടികളും മദ്യം കഴിച്ചിരിക്കണം. നോക്കൂ, സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വ്യക്തികളുടെ പേര് നോക്കി, വിദ്യാർത്ഥികളുടെ പേര് നോക്കി ജിഹാദികളെന്നും തീവ്രവാദികളെന്നും
എല്ലാ രാഷ്ട്രീയ സംഘടനക്കാരും ആരോപണം ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഈ ഷഹബാസിനെ കൊന്നപ്പോൾ ആരും ഒരു തീവ്രവാദിയെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതുവരെ വന്നില്ല. ആരെയും കണ്ടില്ല. ഒരു മുസ്ലിം നാമധാരിയായ ഒരു കുട്ടിയുണ്ടെങ്കിൽ അവിടെ ഉടനെ തീവ്രവാദം ആരോപിക്കുകയാണ്. ഷഹബാസിനെ കൊന്നത് ആരൊക്കെയാണ്, ഏതെല്ലാം തരത്തിലുള്ള കുട്ടികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ഭരിക്കുന്ന കക്ഷി ഒരു മുസ്ലിം സമുദായത്തിന് ഇതിൽ മേൽക്കോയ്മയുണ്ടെങ്കിൽ ഉടനെ തന്നെ തീവ്രവാദം ആരോപിക്കും. തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. ആരാണ് തീവ്രവാദികൾ, ആരാണ് ഭീകരവാദികൾ? മുസ്ലിങ്ങൾ. പക്ഷേ ഇവിടെ ആരും തന്നെ, ഒരു രാഷ്ട്രീയ കക്ഷിയും തന്നെ തീവ്രവാദം ഉന്നയിക്കുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഞാൻ ഓരോ കുട്ടിയുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ശരിയുമല്ല. ഏതായാലും ഷഹബാസിനെ കൊന്ന സംഘത്തിലെ ഒരു കുട്ടിയുടെ പിതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതിയോടൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതിയുമായി ഷഹബാസ് വധക്കേസിലെ സഹപാഠിയായ ഷഹബാസിനെ ആക്രമിച്ച സംഘത്തിലെ ഒരു കുട്ടിയുടെ അച്ഛൻ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം കാണാൻ സാധിച്ചു. അതിനർത്ഥം ഈ കുട്ടിയുടെ അച്ഛൻ ക്രിമിനലുകളുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും നീട്ടിക്കൊണ്ടുപോയില്ല. ആരും തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾ അവനെ കൊല്ലും, അവനെ കൊല്ലുക തന്നെ ചെയ്യും, അവനെ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ സംഭാഷണങ്ങൾ നാം എല്ലാം കേട്ടതാണ്. എന്നിട്ടും ഈ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചു. സാധാരണ ഒരു കോപ്പി അടിച്ച കേസിൽ പിടിച്ചാൽ 5 വർഷത്തേക്ക് പരീക്ഷ എഴുതിക്കില്ല. ഇത് ഒരു സഹപാഠിയെ കൊന്നിട്ട് അവർക്ക് സുഖമായി പരീക്ഷ എഴുതാൻ സർക്കാർ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ശക്തമായ ഭരണ വിഭാഗത്തിൻ്റെ എല്ലാവിധ ആശംസകളും സപ്പോർട്ടും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചിരിക്കുന്നു. പരീക്ഷ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ അവിടെ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്താണ് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളെ അല്ലെങ്കിൽ ഈ കുട്ടികളെ തീവ്രവാദികൾ എന്ന് വിളിക്കാത്തത്? എനിക്കതാണ് അറിയേണ്ടത്. ഏതായാലും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെയും എല്ലാം പിന്തുണ ഈ കൊലയാളി സംഘത്തിന് ഉണ്ട്. അവർ പാർട്ടിയുടെ സന്തത സഹചാരികളാണ് എന്നാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം കേരളം മുഴുക്കെ മദ്യത്തിൽ കുളിപ്പിച്ചതിൻ്റെ കൂടി പ്രതികരണമാണ്, അലയടിയാണ് ഈ കാണുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ ബാക്കി ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.